ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഇന്ന് അറിയാത്തവർ വളരെ കുറവായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് മാത്രമല്ല, വൺ ഓഫ് ദ മോസ്റ്റ് ബിസിനസ് ജനറേറ്റിംഗ്, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതൊരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ആളെക്കാളും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ബിസിനസ് മോഡലും കൂടാണ് ഇൻസ്റ്റാഗ്രാം. നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ ഇടുന്ന ചില സ്റ്റോറീസ് കണ്ടാൽ നമ്മൾ വാവ്, എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? സെലിബ്രിറ്റീസ് എല്ലാം ഡെഫിനറ്റ്ലി പ്രൊഫഷണൽ സർവീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് സെപ്പറേറ്റ് ആഡ് ഏജൻസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് ടൂൾസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ബിൽറ്റ് ഇൻ സ്റ്റോറി ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് 5 ഡിഫറെൻറ്റ് മെത്തേഡിൽ എങ്ങനെയൊക്കെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സ്കിൽസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ് ചെയ്തിട്ട് അതൊരു വേറെ ലെവൽ സ്റ്റോറിയാക്കി മാറ്റാൻ പറ്റും. നമുക്കിതിന് ടിപ്സ് എന്നോ അല്ലെങ്കിൽ ഹാക്ക് എന്നോ നമുക്ക് വിളിക്കാം. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. ഇന്നത്തെ വീഡിയോ 5 ടിപ്സ് ഓർ 5 ഹാക്സ് അബൌട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്. സോ ലെറ്റ് us start. ടിപ്പ് നമ്പർ 1, നമുക്കങ്ങനെ അമേസിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആനിമേഷൻ എഫക്റ്റ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്യാം. എന്നിട്ട് തന്നെ ഡ്രോയിങ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫേവറേറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇറേസർ ടൂൾ എടുത്തിട്ട് നമ്മൾ ഇറേസറിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. അത് മായ്ച്ചു വരുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആനിമേഷൻ വർക്കിൻ്റെ ആ രീതിയിൽ ഒന്ന് മായ്ച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ വീഡിയോ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിൽ പോയിട്ട് ട്രിം ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആക്കാം. എന്നിട്ട് ഇനി അത് സ്റ്റോറി ആക്കാൻ നോക്കൂ. ഓട്ടോമേറ്റഡ് ആനിമേഷൻ എഫക്റ്റ് ഓൺ എ വീഡിയോ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ടിപ്പ് നമ്പർ 2, ഇനി നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റർ ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ്. നോർമലി നമ്മൾ ചെയ്യുന്ന എന്ത് എഡിറ്റിങ്ങിനും നമ്മുടെ ഇമാജിനേഷൻസ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കോഫി എന്ന വേർഡ് ടൈപ്പ് ചെയ്യണേ. ഇതിൽ ഞാൻ O എന്ന ലെറ്റർ ഒഴിവാക്കിയിട്ട് C കഴിഞ്ഞിട്ട് ഒരു 3 സ്പേസ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അതിൻ്റെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോഫിയുടെ O മിസ്സിംഗ് ആണ്. ഇനി ഞാൻ ആ കോഫി എന്നുള്ളത് ഒന്ന് റീസൈസ് ചെയ്ത് എനിക്ക് വേണ്ട പൊസിഷനിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്ക് പകരം നമ്മൾ ജിഫിൽ വന്നിട്ട് ഒരു ടൈം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലോക്കിൻ്റെ എല്ലാം ടൈം റിലേറ്റഡ് ജിഫുകൾ കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യാം. ഓന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കത് റീപൊസിഷൻ ചെയ്ത് അതിൻ്റെ സൈസ് കറക്റ്റ് ആക്കിയിട്ട് ആ കോഫിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കോഫി എന്ന് റീഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു ടെക്സ്റ്റ് കൊടുക്കാം. കോഫി ടൈം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈം ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കലിയാണ്. ബിക്കോസ് എനിക്ക് ഈ ആനിമേഷൻ ഒരു ക്ലോക്കിൻ്റെ നീഡിൽ പോലെ ഫീൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും റീപൊസിഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ സീഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ക്ലോക്കിൻ്റെ നീഡിൽ പോലെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ആനിമേഷൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജിഫിൽ പോയിട്ട് ലൈൻസ് സെർച്ച് ചെയ്യാം. ഓക്കെ, ലൈൻ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ലൈൻ ഉണ്ട്. അപ്പോൾ അതിൽ ആ 3 എണ്ണം കൂടി നിൽക്കുന്ന ആ ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റീപൊസിഷൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റീം പോകുന്ന ഭാഗത്ത് വെക്കാം. ശരിക്കും നമുക്ക് അപ്പോൾ കാണുമ്പോൾ ആനിമേഷൻ നമ്മുടെ കോഫി മഗിൽ നിന്നും സ്റ്റീം പോകുന്ന പോലെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 3, ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള സംഭവമാണ് ഒരു ന്യൂ സ്ക്രൈബിൾ എഫക്റ്റ് എന്ന് പറഞ്ഞത്. അത് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ഡിഫോൾട്ട് ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഡ്രോയിങ് ടൂൾ എടുക്കുക. എന്നിട്ട് ഒരു നിയോൺ പെൻ സെലക്ട് ചെയ്തിട്ട് ഒരു കളർ സെലക്ട് ചെയ്ത് നമുക്കൊരു സബ്ജക്റ്റിൻ്റെ മേലെ ഒരു സിഗ്സാഗ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു കുട്ടിയുടെ മേലെ വരച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ മക്കളാണ്. ഇനി മൂത്ത ആളുടെ മേലെ ഞാനൊരു ഡിഫറെൻറ്റ് കളർ ട്രൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇറേസർ ടൂൾ ഉപയോഗിച്ചിട്ട് എവറി സെക്കൻഡ് ലൈൻ നമുക്കങ്ങ് വായിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ പെർഫെക്ഷൻ നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങളത് വളരെ കെയർഫുള്ളായിട്ട് നന്നായിട്ടത് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിന് ചുറ്റും ആ ലൈന് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് ഭയങ്കര ട്രെൻഡിയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്റ്റോറീസ് അടിപൊളിയായിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് തീർച്ചയായും എന്നോട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എവറി സെക്കൻഡ് ലൈൻ കൊടുക്കുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്കൊരു സ്ക്രൈബിൾ ലൈൻസ് അതിന് ചുറ്റും പോകുന്ന പോലെ എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ടിപ്പ് നമ്പർ 4,
ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ലെവൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് കളേർഡ് ഉള്ള ടെക്സ്റ്റ് ടൂൾ എടുക്കുക, എന്നിട്ട് ഒരു ഡോട്ട് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് റീപൊസിഷൻ ചെയ്യുക. മാക്സിമം വലുതാക്കാം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റീസൈസ് ചെയ്യാതെ. കണ്ടോ, അപ്പോൾ അങ്ങനെ നമ്മളൊരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ലൈനോ കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റാം. അതും ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് വലുതാക്കിയിട്ട് നമുക്ക് റീപൊസിഷൻ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി കളർ പാറ്റേൺസ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലെവൽ എത്രത്തോളം ഉണ്ടോ അത്രയും മനോഹരമായ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 2 കളർ പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചെയ്യാം. ഒരു ഡോട്ട് ഇട്ടു, ഞാൻ വീണ്ടും വേറൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ ഫൈൻ, നമുക്ക് റെഡ് കളർ കൊടുത്തിട്ട് ഓക്കെ പേർപ്പിൾ കൊടുത്തിട്ട് വീണ്ടും അത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാം. ഇനി ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ നമുക്ക് ഇമേജസോ വീഡിയോസോ എന്ത് ചെയ്യാം. നമുക്ക് നല്ല ടെക്സ്റ്റ് ആനിമേഷൻ ചെയ്യാം. നിയോൺ പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഗ്ലോസി ആയിട്ടുള്ള 3D ലൈൻസ് വരയ്ക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങളെ ക്രിയേറ്റിവിറ്റി ലെവൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എൻഗേജ്മെൻറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരണം. സോ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 5, ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ്. ഒരു പിക്ചർ എടുക്കുക, എന്നിട്ട് ജിഫിൽ പോയിട്ട് നമുക്ക് ഫ്ലാഷി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലാഷി ആയിട്ടുള്ള ഒരുപാട് ജിഫുകൾ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ഫ്ലാഷി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലാഷി ആയിട്ടുള്ള ജിഫ്. അപ്പോൾ ഞാൻ ആ കുഞ്ഞു ബോർഡിനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് മാക്സിമം സൈസിൽ അങ്ങ് ഡ്രാഗ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, ആ ഒരു കളർ പാറ്റേൺ മാത്രം ചെയ്യുന്നത്. സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോയിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാഷായിട്ട് ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഇനി നമ്മളൊരു ഇമേജ് എടുത്തിട്ട് അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇവിടെ സ്റ്റിക്കർ പോലെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ഒരുപാട് ഇമേജസ് പേസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ആ പിക്ചർ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പെൻ ടൂളിൽ പോയിട്ട് ഒരു കളർ സെലക്ട് ചെയ്തിട്ട് അത് ആ കളർ അങ്ങ് ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്യാൻ ശേഷം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വന്ന് ഇനി ഇറേസർ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ പോലത്തെ എഫക്റ്റ്. ഇത് നിങ്ങൾക്ക് ലൈൻസോ പാറ്റേൺസോ അതുപോലെ എന്തുവാണ്, ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെ ഇത്തരത്തിൽ യൂസ് ചെയ്യാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വീണ്ടും ജിഫ് ആഡ് ചെയ്യാം, ന്യൂ പോസ്റ്റ്, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾക്കുള്ള യൂസർ എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇതുപോലെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് ഇതേ ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി സ്റ്റോറീസാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എൻ്റെ ചില ട്യൂട്ടോറിയൽസ് കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ കമൻറ്റ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ എൻ്റെ FB ആൻഡ് ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്യാം. യു ആർ ഓൾവേസ് വെൽക്കം ടു കണക്ട് മീ ഓൺ FB ആൻഡ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ താഴെ മെൻഷൻ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ഇനി ഞാൻ തിരിച്ചു വരുന്നവരെ. Until then, take care and bye.